M.T. വാസുദേവൻ നായരുടെ രചനയിൽ സുകുമാരനെ നായകനാക്കി M. ആസാദ് സംവിധാനം ചെയ്ത ചിത്രമാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. തിയേറ്ററുകളിൽ വിജയമായ ഈ ചിത്രത്തിൽ മമ്മൂട്ടിയും ചെറിയൊരു വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ജോൺ എബ്രഹാമിന്റെ വിദ്യാർത്ഥികളെ ഇതിലെ എന്ന ചിത്രത്തിന് തിരക്കഥ രചിച്ചുകൊണ്ടാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും തിരക്കഥാരചനയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ M. ആസാദ് മലയാള സിനിമയിലേക്ക് കടന്നുവരുന്നത്. M.T.യുടെ മികച്ച സിനിമകളായ നിർമാല്യം, ബന്ധനം തുടങ്ങിയ ചിത്രങ്ങളുടെ സഹസംവിധായകനും ആസാദായിരുന്നു. M.T. വാസുദേവൻ നായരുടെ ആദ്യ നോവലായ പാതിരാവും പകൽ വെളിച്ചത്തിനും ചലച്ചിത്ര ഭാഷ ചമച്ചുകൊണ്ടാണ് ആസാദ് സ്വതന്ത്ര സംവിധായകനായി മാറുന്നത്. രണ്ടാമത്തെ ചിത്രമായ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളും M.T.യുടെ തിരക്കഥയിലായിരുന്നു ആസാദ് ഒരുക്കിയത്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ വാണിജ്യപരമായും കലാപരമായും മലയാള സിനിമ സ്വീകരിച്ച ചിത്രമായിരുന്നു. പക്ഷെ ചിത്രം റിലീസ് ചെയ്ത് കുറച്ചുനാൾ കഴിഞ്ഞതും ആസാദ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയുടെ കാരണമായി അന്ന് മാധ്യമങ്ങൾ കണ്ടെത്തിയ വസ്തുത ഇതാണ്: തന്റെ സർഗാത്മക ചൈതന്യം തെളിയിക്കാനുള്ള പരിസരം ഒരിക്കലും ഇവിടെ ഇല്ലെന്നും ആത്മപ്രകാശന മാധ്യമം എന്നേക്കുമായി നഷ്ടമായിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആസാദ് മരണത്തിന്റെ മാർഗം തിരഞ്ഞെടുത്തു എന്നുമാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.